തലസ്ഥാന നഗരിയിലെ മിക്ക സർക്കാർ സ്കൂളുകളിലും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ക്ലാസ്സിൽ കയറാനാകാത്ത അവസ്ഥയിലാണ്. സ്മാർട്ട് സിറ്റി നിർമ്മാണത്തിനായി കുഴിച്ചെടുത്ത മണ്ണും ചെളിയും സ്കൂൾ കോമ്പൗണ്ടുകളിൽ ഉപേക്ഷിച്ചതാണ് പ്രതിസന്ധിയാകുന്നത്. ചെളിയും മഴവെള്ളവും കെട്ടിക്കിടന്ന വിദ്യാർത്ഥികൾക്ക് രോഗങ്ങൾ വന്നിട്ട് പോലും പരിഹാര നടപടികൾ ഇല്ലെന്നാണ് പരാതി. സംസ്ഥാനത്ത് സ്കൂൾ തുറന്ന് മാസം 1 കഴിഞ്ഞു. എന്നാൽ തലസ്ഥാന നഗരിയിലെ മിക്ക സ്കൂളുകളിലേക്കും കയറണമെങ്കിൽ വിദ്യാർത്ഥികൾക്ക് കടമ്പകൾ ഏറെ കടക്കണം, ഒരൽപ്പം സർക്കസും ഇറങ്ങിയിരിക്കണം. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഇത് തിരുവനന്തപുരം കിള്ളിപ്പാലം ഗവൺമെന്റ് ബോയ്സ് മോഡൽ സ്കൂളിന്റെ അവസ്ഥ. സ്മാർട്ട് സിറ്റി നിർമ്മാണത്തിനായി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എടുത്ത മണ്ണും ചെളിയും സ്കൂൾ കോമ്പൗണ്ടിൽ തള്ളിയിരിക്കുന്നു. മഴ തുടങ്ങിയതോടെ സ്കൂളിലെത്തുന്നവർക്കെല്ലാം ദുരിതം. ബാക്കിൽ കളിക്കാനാണ് ഈ ചല്ലിയും മണ്ണും ഇതായിട്ട് നടക്കുകയാണ്. ഒരു ഫുട്ബോള് നമുക്ക് ഒരു ഗെയിമായിട്ട് ഒരു ഇതായിട്ട് കളിക്കാൻ പറ്റില്ല. ഈ റോഡ് ഒരു കൂടെ വന്നാലും റോഡിൽ പല ആക്സിഡൻറ്റുകളും ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ക്രോസ് ചെയ്യാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടുകളാണ് ഇവിടെ. ഒരു സൈഡിൽ നിന്ന് ഈ സ്മാർട്ട് സിറ്റി റോഡിൻ്റെ ലോറികളും, പിന്നെ ഇവിടെ ആണെങ്കിൽ വെള്ളക്കെട്ടാണ്, ഭയങ്കര കൊതുവും ഇതാണ്. അപ്പം ഇവിടെ ഉള്ളതെന്ന് പറയാൻ 1ാം ക്ലാസ് തൊട്ടുള്ള കുട്ടികളുണ്ട്. അപ്പം അവരൊക്കെ പനി എന്തെങ്കിലും വന്നു കഴിഞ്ഞാലും ഭയങ്കര അവരൊക്കെ സ്കൂളിൽ വരാൻ ഒക്കത്തില്ല. സ്വകാര്യ സ്കൂൾ മാനേജ്മെന്റുകൾ ഒന്നിനൊന്ന് മത്സരിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന വേളയിലാണ് സാധാരണക്കാരന്റെ മക്കൾ പഠിക്കുന്ന സർക്കാർ സ്കൂളുകളുടെ ഈ ദുരവസ്ഥ. എനിക്ക് സ്കൂളിന്റെ ഈ അന്തരീക്ഷം കണ്ടിട്ട് അത്ര തൃപ്തികരമായിട്ട് തോന്നിയിട്ടില്ല. ചെളിയും ഇതായിട്ടാണ്, നടന്നു പോകാൻ തന്നെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ കുട്ടികളുടെ കാര്യം ആലോചിക്കുമ്പോൾ നമുക്ക് വിഷമം തോന്നുന്നുണ്ട്. സർക്കാർ സ്കൂളാകുമ്പോൾ ഇത്തിരി കൂടെ ഒരു വൃത്തി നീറ്റ്നെസ് വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. എന്ന് വെച്ചാൽ കൊച്ചു കുട്ടികളൊക്കെ ഉള്ളതല്ലേ. തങ്ങൾക്ക് കളിച്ചും പഠിച്ചും വളരാനുള്ള സ്കൂളിന്റെ തിരുമുറ്റത്തെത്തുക എന്നത് വെറും മോഹമായി മാത്രം തീരുമോ എന്നാണ് സ്കൂളിലെ കൊച്ചു കൂട്ടുകാരുടെ ആശങ്ക. സ്കൂളിൽ വന്നാൽ കളിക്കാനൊന്നും പറ്റുന്നില്ല. ഇതേപോലെ വെള്ളക്കെട്ടാണ്. നമ്മളെ മുമ്പൊക്കെ ഫുട്ബോളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഇപ്പം ഗ്രൗണ്ടിലൊന്നും കളിക്കാനൊന്നും പറ്റൂല. ഇപ്പോൾ ഫുള്ള് ചെളിയും വെള്ളമായിട്ട് കിടക്കുകയാണ്. കഴിഞ്ഞ അധ്യയന വർഷത്തിന്റെ അവസാനത്തോടു കൂടിയാണ് സർക്കാർ സ്കൂളുകൾ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഡംപിംഗ് കേന്ദ്രമായി മാറിയത്. സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ ഇതെല്ലാം മാറ്റി ഗ്രൗണ്ട് പൂർവ്വസ്ഥിതിയിലാക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇടയ്ക്ക് വന്ന ഈ മഴ കാരണം റോഡ് പണി തടസ്സപ്പെട്ടപ്പോൾ ഇവർക്ക് ഇത് മെറ്റൽ മാറ്റാനുള്ള ഒരു ബുദ്ധിമുട്ട് നേരിടുകയും ഗ്രൗണ്ട് ഈ ലോറിയും JCB ഒക്കെ കയറി ഇറങ്ങുന്ന കാരണം ഗ്രൗണ്ട് ചെളിയായി മാറുകയും ചെയ്തു. അപ്പോൾ സ്കൂൾ തുറക്കുന്നതിന് 2 ആഴ്ച മുമ്പേ നമ്മൾ അവരോട് വീണ്ടും ആവശ്യപ്പെട്ടു, പെട്ടെന്ന് തന്നെ മാറ്റണമെന്ന് പറഞ്ഞു. ഇപ്പോഴും നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ മെറ്റൽ മുഴുവൻ മാറ്റി കഴിഞ്ഞാലും ഗ്രൗണ്ട് പൂർവ്വസ്ഥിതിയിലാകണമെങ്കിൽ കുറച്ച് മണൽ ഇടേണ്ടി വരും. നഗരത്തിലെ മറ്റു പല സർക്കാർ സ്കൂളുകളുടെയും അവസ്ഥ സമാനമാണ്. ഇനി ഈ സ്കൂൾ മുറ്റത്ത് വിദ്യാർത്ഥികൾക്ക് ഓടിക്കളിക്കാനാകില്ലെന്നതാണ് യാഥാർത്ഥ്യം. ഇവിടുത്തെ ചെളിയും മണ്ണും നീക്കം ചെയ്യാൻ അധ്യാപകർ ഇനി ആരുടെയൊക്കെ കാലു പിടിക്കണം എന്ന് കുഴയുകയാണ്. ക്യാമറാമാൻ രാഹുലിനോടൊപ്പം ആകാശ്, ജനം, തിരുവനന്തപുരം.